ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രീവൻസ് റീഡ്രസൽ എന്ന് പറഞ്ഞ ഏരിയയാണ്. ഈ ചാപ്റ്റർ പൊതുവേ സെമിനാറൊക്കെ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നൊരു ചാപ്റ്ററാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പരമാവധി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം പരമാവധി ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഗ്രീവൻസ് എന്നുള്ളതാണ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പരാതി എന്നാണ് അർത്ഥം. അപ്പോൾ എപ്പോഴാണ് ഒരാൾക്ക് പരാതി ഉണ്ടാവുക? ചെയ്യുന്ന ജോലി സ്ഥലത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കുറവ്, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും നീതികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഗ്രീവൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഡെയിൽ എസ് ബീച്ചിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുക. അക്കോർഡിംഗ് ടു ഡെയിൽ എസ് ബീച്ച്, ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എനി ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസ്, അനീതി ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കുറവ് ഫീൽ ചെയ്യുക ഇൻ കണക്ഷൻ വിത്ത് വൺസ് എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, ഒരാളുടെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് ജോലി സ്ഥലത്താണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബ്രോട്ട് ഡൗൺ ടു ദ അറ്റൻഷൻ ഓഫ് മാനേജ്മെൻറ്റ്, അത് മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിനെയാണ് ഗ്രീവൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗ്രീവൻസുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് കോസസ് ഓഫ് ഗ്രീവൻസ്, എപ്പോഴൊക്കെയാണ് ഗ്രീവൻസ് സംഭവിക്കുക എന്നുള്ളതാണ്. ഗ്രീവൻസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, ജോലി സ്ഥലത്ത് ഗ്രീവൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ മാനേജ്മെൻറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട് ഗ്രീവൻസ് ഉണ്ടായിരിക്കും. അതുപോലെ അറൈസിങ് ഔട്ട് ഓഫ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ് ലംഘിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരാതികൾ ഉണ്ടായിരിക്കും. പിന്നെ പേഴ്സണൽ മാലഡ്ജസ്റ്റ്മെൻറ്റ് പേരിൽ ഗ്രീവൻസസ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഗ്രീവൻസിൻ്റെ കോസസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 പോയിൻറ്റ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. എവിടൊക്കെയാണ് നമുക്ക് വർക്കിംഗ് കണ്ടീഷനകത്ത് പരാതികൾ വരിക എന്നുള്ളത്. ഗ്രീവൻസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുമ്പം അതിനകത്ത് പുവർ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ്, ആവശ്യത്തിനുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ കണ്ടീഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് എല്ലാം കുറവാണ്, നല്ലൊരു ഡിസിപ്ലിനറി സിസ്റ്റം ഇല്ല, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഹൈ പ്രൊഡക്ഷൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അവിടെ വർക്കിംഗ് കണ്ടീഷനിൽ എംപ്ലോയീസിന് പരാതി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോർമലി ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, പിന്നെ രണ്ടാമത്തത് അറൈസിങ് ഔട്ട് ഓഫ് മാനേജ്മെൻറ്റ് പോളിസി, മാനേജ്മെൻറ്റ് വേജ് പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓവർ ടൈം പണിയെടുപ്പിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ ട്രാൻസ്ഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ട്, പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട്, പെനൽറ്റീസുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം പരാതികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ, എവിടേക്കാണ് മാനേജ്മെൻറ്റ് പോളിസിയിൽ കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉള്ളതെന്ന്. പിന്നെ മറ്റൊന്ന് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റേറ്റ് ലോസ് അല്ലെങ്കിൽ സെൻട്രൽ ലോസ്, മാനേജ്മെൻറ്റ് എവിടെയെങ്കിലും ലോസ് വയലേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിനെ ബാധിക്കും. അവരതുമായി ബന്ധപ്പെട്ടിട്ട് ഗ്രീവൻസ് കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നാലാമത്തത് അറൈസിങ് ഔട്ട് ഓഫ് പേഴ്സണൽ മാലഡ്ജസ്റ്റ്മെൻറ്റ്, എംപ്ലോയീസിന് ഓവറായിട്ട് അംബീഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ കൂടുതൽ സെൽഫ് എസ്റ്റീം ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈഫിൽ ഓരോ ആറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ അവർക്ക് പരാതി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലാണ് ഗ്രീവൻസ് വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ ഗ്രീവൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്രീവൻസ് ഉണ്ടാവാനുള്ള സാധ്യതകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തതായിട്ട് നോക്കാനുള്ളത് ഗ്രീവൻസ് റീഡ്രസൽ പ്രൊസീജിയറാണ്. ഗ്രീവൻസുമായി ബന്ധപ്പെട്ടിട്ട് 3 സ്റ്റേജിലുള്ള പ്രൊസീജിയറാണുള്ളത്. അതിലൊന്നാണ് എംപ്ലോയി ഗീവ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ ഗ്രീവൻസ്. എംപ്ലോയിക്ക് പരാതി ഉണ്ടാകുന്ന സമയത്ത് അവരത് ലൈൻ മാനേജറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിൻ്റാണ് മീറ്റിംഗ് ഈസ് ഹെൽഡ് ആൻഡ് എംപ്ലോയർ ഇൻഫോംസ് എംപ്ലോയി ദ ഔട്ട്കം. ഈ ഒരു ഗ്രീവൻസ് അല്ലെങ്കിൽ പരാതിയുമായി ബന്ധപ്പെട്ടിട്ട് എംപ്ലോയിയുമായിട്ട് ഡിസ്കസ് ചെയ്യും. എന്ത് ഔട്ട്കമാണ് മീറ്റിങ്ങിന് ശേഷം വന്നിട്ടുള്ളത്, എന്ത് ഡിസിപ്ലിനറി ആക്ഷനാണ് ഇവർ എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇനി ഈ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷനിൽ പരാതി കൊടുത്തിട്ടുള്ള ആൾ സംതൃപ്തനല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അതിനെതിരെ അപ്പീൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗ്രീവൻസ് റീഡ്രസലുമായി ബന്ധപ്പെട്ടിട്ട് സാധാരണ ഉണ്ടാവാറുള്ള പ്രൊസീജിയേഴ്സ്. നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ. നല്ലൊരു ഗ്രീവൻസ് പ്രൊസീജിയറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്നാണ് റിട്ടേൺ ഫോർമാറ്റിലായിരിക്കണം.
എഴുതപ്പെട്ട ഫോർമാറ്റിലായിരിക്കണം ഗ്രീവൻസ് ഉള്ളത്. 2 കംപ്ലയിൻറ്റ് മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ ദ പേഴ്സൺ വിത്ത് ദ ഗ്രീവൻസ്. ഗ്രീവൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഫുള്ളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. 3 ദ പേഴ്സൺ ഷുഡ് ഗീവ് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് അലിഗേഷൻ അഗെയിൻസ്റ്റ് ദം. ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് അവർ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. 4 ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ദ കംപ്ലയിൻറ്റ് ഷുഡ് ഗീവ് റീസണബിൾ ടൈം ടു ഡിസ്ക്രൈബ് ദെയർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അവരുടെ സ്റ്റോറി പറയാനായിട്ട് അല്ലെങ്കിൽ അവരുടെ സൈഡ് എന്താണ് എന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ആർക്ക് അഗെയിൻസ്റ്റ് ആണോ നമ്മൾ പരാതി കൊടുക്കുന്നത് അവർക്ക് ഒരു അവസരം ഉണ്ടായിരിക്കണം. മറ്റൊന്ന് പ്രൊസീഡിംഗ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓണസ്റ്റ്ലി വിത്തൗട്ട് ബയാസ്. മിസ്റ്റേക്കുകളില്ലാതെ സത്യസന്ധമായിട്ടായിരിക്കണം പ്രൊസീഡിങ്സ് നടത്തേണ്ടത്. ആൻഡ് കാരണമില്ലാതെ പ്രൊസീഡിങ്സ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകാനും പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു നല്ല ഗ്രീവൻസ് പ്രൊസീജിയറിന് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അടുത്തതായിട്ട് ഇതിൽ നോക്കാനുള്ളത് റോൾ ഓഫ് HR മാനേജർ ഇൻ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ്. പരാതികൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ HR മാനേജറിൻ്റെ റോള് എന്താണ് എന്നുള്ളത്. ഇതിലൊരു 3-4 പോയിൻറ്റ്സ് ഉണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതിയാൽ മതി. അതിലൊന്നാമത്തെ പോയിൻറ്റ് എല്ലാ റീസണബിൾ സ്റ്റെപ്സും എടുക്കണം ടു ഐഡൻറ്റിഫൈ ആൻഡ് അഡ്രസ് ഗ്രീവൻസസ്. പരാതികൾ കണ്ടുപിടിക്കാനും അതിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള എല്ലാ റീസണബിൾ സ്റ്റെപ്സും HR മാനേജർ എടുത്തിരിക്കണം. പിന്നെ പാർട്ടീസ് ആർ എൻകറേജ്ഡ് ടു റിസോൾവ് ഗ്രീവൻസസ് അറ്റ് ദ സോഴ്സ് ഇറ്റ്സെൽഫ്. ആദ്യമായിട്ട് നമ്മളൊരു പരാതി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സിൽ വെച്ച് തന്നെ ആ ഒരു പരാതി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് മസ്റ്റ് ബി അപ്ലൈഡ്. സാധാരണ നമ്മളൊരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുക അതേ കാര്യങ്ങൾ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ആദ്യമായിട്ട്. പിന്നീടാണ് നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ നോക്കേണ്ടത്. മറ്റൊന്ന് കോൺഫിഡൻഷ്യാലിറ്റി ഷുഡ് ബി കെപ്റ്റ്. എല്ലായിടത്തും ഒരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു സ്വകാര്യത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടോപ്പിക്ക് വരുന്നത് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ. നല്ലൊരു ഗ്രീവൻസ് പ്രൊസീജിയറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു 6-7 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ പോയിൻ്റാണ് പ്രൊസീജിയറൽ ഫെയർനെസ്. പ്രൊസീജിയറൽ ഫെയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനകത്ത് ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ആയിരിക്കണം. ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ നീതി നടപ്പാക്കുന്ന രീതിയിൽ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. അതാണ് പ്രൊസീജിയറൽ ഫെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ്. സബ്സ്റ്റാൻറ്റീവ് ഫെയർനെസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മൾ ഡെസിഷൻ എടുക്കാൻ പാടില്ല. ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് 2 സൈഡിലെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു ഡെസിഷനിലെത്താനായിട്ട് പാടുള്ളൂ. 3 കോൺഫിഡൻഷ്യാലിറ്റി. A grievant should be able to raise a complaint and advise in confidence. A complaint shouldn't be referred elsewhere, formally investigated or discussed with the others without the grievance consent. ഗ്രീവൻറ്റിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ഒരു ഔട്ട്സൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റൊരു ആളുമായിട്ടോ ഈ ഒരു പരാതി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. 4 ടൈംലിനെസ്. ഡിലേ ഉണ്ടാവാൻ പാടില്ല. പ്രോപ്പറായിട്ടുള്ള ടൈമിൻ്റെ ഉള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതർവൈസ് അവിടെ ഉള്ള റിലേഷൻഷിപ്പ് വേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊന്നാണ് റെക്കോർഡ് കീപ്പിംഗ്. ഈ പറയുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അലിഗേഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്തിരിക്കണം. പിന്നെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. ട്രാൻസ്പാരൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസീസും പ്രൊസീജിയേഴ്സും ഏത് രീതിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന രീതിയിൽ സുതാര്യമായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, ലാസ്റ്റ് പോയിൻ്റാണ് ഓപ്പൺനെസ് ആൻഡ് ഓണസ്റ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അടുത്തൊരു ഏരിയയാണ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗ്രീവൻറ്റ്. ഗ്രീവൻറ്റിൻ്റെ റൈറ്റ്സ് എന്താണ്? അവർ കൊടുക്കുന്ന പരാതികൾ പ്രോപ്പറായിട്ട് സീരിയസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, ആ മാറ്റർ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക. പിന്നെ ഔട്ട്സൈഡ് പേഴ്സൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സപ്പോർട്ട് വാങ്ങിക്കുക. ഫോർ എക്സാമ്പിൾ യൂണിയൻ്റെ അടുത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് പേഴ്സൻ്റെ അകത്തുനിന്ന് അഡ്വൈസ് സീക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റൈറ്റ്സ് ഓഫ് ഗ്രീവൻറ്റിനകത്ത് വരുന്നത്. ഇനി ഇതിൽ നോക്കാനുള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗ്രീവൻറ്റ്. ഗ്രീവൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അവരുടെ പേര് ഡിസ്ക്ലോസ് ചെയ്യുക അല്ലേ. ഇപ്പോൾ എന്താണ് ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അവരുടെ പേര് എന്താണെന്നുള്ളത് ആ ഒരു റിട്ടേൺ ഗ്രീവൻസിനകത്ത് എഴുതുക. പിന്നെ അതുപോലെ ഗ്രീവൻസ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ഒരു റൈറ്റിംഗ് ഫോർമാറ്റിൽ എഴുതുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് പരാതി കൊടുക്കുക, ഗുഡ് ഫെയ്ത്തിലായിരിക്കുക. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഗ്രീവൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ. ഈ ചാപ്റ്ററിൽ ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഓർഗനൈസേഷനകത്തുള്ള റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പോളിസീസ് ഇതിനെല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്.
ഇനി കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡ്രോ അപ്പ് റൂൾസ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഓർഡർ ടു മേക്ക് ദ ഡിസിപ്ലിൻ പ്രൊസീജിയർ മോർ ട്രാൻസ്പാരൻറ്റ്. ഈ ഒരു ഡിസിപ്ലിൻ പ്രൊസീജിയർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടെ ട്രാൻസ്പാരൻ്റ് ആക്കിയിട്ട് മാനേജ്മെൻറ്റ് റിട്ടേൺ ഫോർമാറ്റിലൊക്കെ എഴുതി വെക്കും. അതിനെയാണ് കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് നമ്മൾ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നല്ല കോഡ് ഓഫ് ഡിസിപ്ലിൻ വേണ്ടത്? നീഡ് ഫോർ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണ്? ബിക്കോസ് ദേ സെറ്റ് സ്റ്റാൻഡേർഡ്സ്. ഒരു നല്ല ഡിസിപ്ലിനറി പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡുകൾ ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പണിഷ്മെൻറ്റും പെനൽറ്റീസും എല്ലാം ഇമ്പോസ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ റൂൾസ് വിൽ നോർമലി കവർ ഇഷ്യൂസ് ലൈക്ക് ആബ്സെൻസ്, ടൈം കീപ്പിംഗ്, ഹോളിഡേ അറേഞ്ച്മെൻറ്റ്സ് എക്സെട്ര. പിന്നെ റൂൾസ് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം, ഒരു റിട്ടേൺ ഫോർമാറ്റിലായിരിക്കണം, എല്ലാ എംപ്ലോയീസിനും അതിൻ്റെ കോപ്പി കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മാനേജ്മെൻറ്റ് ഷുഡ് എയിം ടു സെക്യൂർ ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് വെൻ റൂൾസ് ആൻഡ് ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ് ആർ ഇൻട്രൊഡ്യൂസ്ഡ്. റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ എല്ലാം സാന്നിധ്യത്തോട് കൂടിയിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നാലേ അവർക്കതിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് എല്ലാം കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ വരുന്ന കാര്യമാണ് പണിഷ്മെൻറ്റ്. പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിസിപ്ലിൻ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടി വരിക. പണിഷ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്: മേജർ പണിഷ്മെൻറ്റ്സ് ആൻഡ് മൈനർ പണിഷ്മെൻറ്റ്സ്. മൈനർ പണിഷ്മെൻറ്റ്സ് എന്ന് പറയുമ്പം അത് റിട്ടൺ ആയിട്ട് ശാസിക്കുക, അല്ലെങ്കിൽ ഓറൽ വേർഡ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ശാസന രൂപത്തിൽ അവരോട് സംസാരിക്കുക. പിന്നെ അവർക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് എല്ലാം ഒഴിവാക്കുക, ഫൈൻസ് ഇമ്പോസ് ചെയ്യുക. അതിനൊക്കെയാണ് മൈനർ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി മേജർ പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പം കുറച്ചും കൂടി വലിയ രീതിയിലുള്ള പണിഷ്മെൻറ്റാണ്. ഇൻക്രിമെൻറ്റുകൾ തടഞ്ഞു വെക്കുക, സസ്പെൻഷന്, ഡിമോഷന്, ഡിസ്ചാർജ്, ഡിസ്മിസൽ, ഇതൊക്കെയാണ് മേജർ പണിഷ്മെൻറ്റ്സിൽ വരുന്ന കാര്യങ്ങൾ. റീഡ്രസൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി ഇതിനകത്ത് വരുന്നത് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്, പിന്നെ ഒരു ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറഞ്ഞൊരു റൂള് വരുന്നുണ്ട്, പിന്നെ EHRM എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ വരുന്നുണ്ട്. അതിൽ ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.